ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. വിശേഷാൽ 20-ാം അധ്യായം 1 മുതൽ 18 ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അത് ഈ വീഡിയോയെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ആരംഭമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു സുവിശേഷ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ അതിനെ പറയുവാൻ സാധിക്കും. സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആഹ്വാനമാണ് നമുക്ക് അപ്പോസ്തലനായ യോഹന്നാൻ സമ്മാനിക്കുന്നത്. അതായത് ക്രൂശിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷം. യേശുവിൻ്റെ കല്ലറ ഇപ്പോൾ ശൂന്യമാണെന്ന് മേരിയും പത്രോസും പേരെടുത്ത് പറയാത്ത ആ ശിഷ്യനും ഒരുപോലെ കണ്ടെന്നുള്ളത് നാം അവിടെ വായിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മേരി കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് കരയുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് മേരിക്ക് വളരെ കൺഫ്യൂഷനായിരുന്നു. അവളുടെ ഗുരുവിൻ്റെ ബോഡി ആരോ എടുത്തു കൊണ്ടുപോയെന്നോ അങ്ങനെയൊക്കെ മനസ്സിൽ പല വിചാരങ്ങളും ചിന്തകളും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അത് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു മേരിക്ക്. അതുകൊണ്ടാണ് മേരി കരഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. അതേപോലെ തന്നെ യോഹന്നാനും പത്രോസും ഒരുപോലെ അവർ എക്സാമിൻ ചെയ്ത് പരിശോധിച്ച് യേശുക്രിസ്തു അവിടെ ഇല്ല എന്നും ബോഡി അവിടെ ഇല്ലെന്നും അത് എംപ്റ്റി ടോംബാണെന്നുള്ള എവിഡൻസ് നമ്മളോട് എടുത്തു പറയുന്നു. അതേപോലെ തന്നെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ടും പൂർണ്ണമായിട്ട് ഒന്നും മനസ്സിലായി എന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മളിവിടെ കാണുന്നത് യേശുവിൻ്റെ കല്ലറ ഇപ്പോൾ ശൂന്യമാണെന്നും മേരിയും പത്രോസും യോഹന്നാനും ഒരുപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, അവർ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. യേശു മരണത്തെ കീഴടക്കി പുതിയ ഒരു സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നതിൻ്റെ ബാഹ്യവും ദൃശ്യവുമായ അടയാളമാണ് ഈ ഒഴിഞ്ഞ കല്ലറ. അതേപോലെ തന്നെ മറിയം തൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടുന്ന നിമിഷത്തിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് മറ്റുള്ള ശിഷ്യന്മാരും അത് സമ്മതിക്കുന്നു. അവളുടെ ദുഃഖം സന്തോഷമായി മാറുകയും ഞാൻ കർത്താവിനെ കണ്ടുവെന്ന് യുഗങ്ങളുടനീളം പ്രഖ്യാപിക്കപ്പെട്ട സുവാർത്ത അവൾ നമ്മളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു. അതിനൊരു മാറ്റമില്ലെന്ന് നമ്മൾക്ക് ഈ 2024 വർഷമായിട്ടും അതിന് ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ ആദ്യ വാക്കുകൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. യോഹന്നാൻ 1:38 വാക്യത്തിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് യേശു ഇവിടെ അവരോട് ചോദിക്കുകയാണ്. അവിടെ ഒരു പുതിയ തുടക്കമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു പുതിയ സൃഷ്ടി. യേശു മറിയാമിനോട് അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നീ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന്. ഒരു പുതിയ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു, ഒരു പുതിയ കഥ ആരംഭിക്കുന്നു. ആ കഥയാണ് ഇന്നും നമ്മൾ കേൾക്കുന്നതും പറയുന്നതും വിശ്വസിക്കുന്നതും. അതായത് മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ കഥ നമ്മൾ കഥയായിട്ടല്ല, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോറിയായിട്ട് നോക്കിയാൽ ഒരു പുതിയ ശുശ്രൂഷയുടെ ആരംഭമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് യേശു നമ്മുടെ പേരാണോ വിളിക്കുന്നത്. യേശു മറിയെ പേര് ചൊല്ലി വിളിച്ചപ്പോഴാണ് അവൾ തൻ്റെ പ്രിയപ്പെട്ട റബ്ബൂനിയെ, അവളുടെ ഗുരുവിനെ തിരിച്ചറിഞ്ഞത്. പലപ്പോഴും നമ്മൾ വിളി കേൾക്കുന്നുണ്ടോ അതോ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, അതൊക്കെയും
ഓരോ വ്യക്തികളെയും അനുസരിച്ചിരിക്കും അത് മനസ്സിലാക്കുന്നതും മനസ്സിലാകാതിരിക്കുന്നതും. യോഹന്നാൻ്റെ സുവിശേഷം 1:39 യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈ റബ്ബിയെ വിളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞത് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ലോകത്തിലും ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ കാണാൻ നാം വിളിക്കപ്പെടുകയാണോ എന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മൾ വായിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ആ ഇരുളിൽ നിന്നും നമുക്ക് വെളിച്ചം ആയിട്ട്, ലോകത്തിന് വെളിച്ചമായിട്ട് ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച യേശു ക്രിസ്തു ലോകത്തിന് ഒരു പുതിയ വെളിച്ചം വന്നുവെന്ന് പ്രവാചകന്മാർ പറയുന്നതെല്ലാം നിവൃത്തിയായി. അതേപോലെ തന്നെ കാൽവറിയിൽ മലയിൽ കുരിശിൽ അവൻ്റെ ജീവനെ ബലിയായി അർപ്പിച്ച് ഈ മാനവരാശിക്ക് തന്നെ രക്ഷയെ നൽകിക്കൊണ്ട്, അതേപോലെ മരിച്ചവരിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് അവന് വീണ്ടും ഈ ലോകത്തിൽ പലർക്കും കാണപ്പെടുകയും ഈ നമ്മൾക്ക് അന്ന് ജീവിച്ചിരുന്ന പലരും അവനെ കാണുകയും അത് സാക്ഷ്യത്തിൽ കൂടെ പലരുടെയും സാക്ഷിയിൽ കൂടെ നമ്മൾ ഇന്നും അറിയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നും പലർക്കും കാണപ്പെട്ടു എന്നൊക്കെയും നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായി ഉയർത്തെഴുന്നേറ്റവനായി നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി മാറേണ്ടത് ആവശ്യമാണല്ലോ. നമ്മളൊരു പുതിയ ആരംഭം, അതായത് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി അല്ലാത്തവരാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ സ്വീകരിച്ച് നമ്മൾക്ക് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഒരു പുതിയ ആരംഭത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പഴയത് കഴിഞ്ഞു പോയി എല്ലാം പുതുതായിരിക്കുന്നു. അതായത് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ടും അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടും നമ്മളുടെ ഹൃദയത്തെ തുറന്ന് അവനായി സമർപ്പിക്കാം. അതേപോലെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നമ്മൾ ആ ഒഴിഞ്ഞ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരയുന്നവരാകാതെ ജീവിച്ചിരിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങളെയും നമ്മളുടെ ആവശ്യങ്ങളെയും നമ്മളുടെ കുറവുകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തോടും സകലരോടും മനുഷ്യരോടും ഒരേപോലെ നമുക്ക് കടമയുണ്ട്. അതേപോലെ നമ്മൾ ഒരേപോലെ ജനങ്ങളെ കാണുവാനും മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനുമുള്ള കൃപ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ടു ഓൾ.